നമ്മൾ ചക്ക കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ തലേ ദിവസം തന്നെ ഇത് ചോളൊക്കെ എരിഞ്ഞ് വെക്കുകയാണ് കേട്ടോ. അരി അരച്ച് വെക്കണ കൂട്ടത്തിൽ ഇതുകൊണ്ട് അരച്ച് വെച്ചെടുക്കാൻ കേട്ടോ. നേരം പോലത്തെ കൽപ്പായി നേരം കിട്ടിയെന്ന് വരൂല. അപ്പോൾ രാത്രി തന്നെ ചോള എരിഞ്ഞാണ് വെച്ചേക്കാണ്. എന്നാൽ ഞാൻ അരി അരക്കലാണ് കഴിച്ച് വെക്കാലോ. മാവ് കൂട്ടി വെച്ചാൽ രാവിലെ എടുത്ത് ചുട്ടാൽ മതിയല്ലോ. രാവിലെ ചിലപ്പോൾ അരി അരക്കലും മാവൂട്ടലും ചുടലും എല്ലാം കൂടി നടക്കൂല. നമുക്ക് നമ്മുടെ പരിയിലെ പണി ഉണ്ടാവുമല്ലോ എടുക്കാന്. നല്ല ചക്ക കേട്ടോ. ഇവിടുന്ന് അയൽവാസി തന്നതാണ്. നല്ല മധുരം നല്ല വാസനയൊക്കെ നല്ല ചക്കയാണ്. ഈ ചക്കൻ്റെ മടലൊക്കെ ഒന്നാണ് ഇതിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് എന്നിട്ട് നമുക്ക് ഇത് അരി അരക്കൽ തുടങ്ങണം. അതൊന്നും വീഡിയോ എടുക്കില്ല, അരച്ചിട്ട് കാണിട്ട് ചെയ്ത് തരട്ടെ. അപ്പോൾ അരക്കൽ കഴിഞ്ഞ് കിട്ടിയിരിക്കണേ. ഇതിലേക്ക് തേങ്ങ ഇടാണ്ട് അതേമാതിരി ചക്ക ചെറുതായി അരിഞ്ഞുകാണ്ട് അതും ഇടാണ്ട് കേട്ടോ. ഈ ചക്ക ചെറുതായി അരിഞ്ഞുകാണ്ട് ഇതിൽ കുറച്ചിട്ട് കൊടുക്കട്ടെ. പിന്നെ തേങ്ങ അതേപോലെ പൂണ്ടുകാണ്ട് ചെറുതായി അരിഞ്ഞുകാണ്ട് എണ്ണയിൽ വറുത്തുകാണ്ട് അതും വേണം ഇട്ട് കൊടുക്കുക. അത് പിന്നെ രാവിലെ ഇട്ട് കൊടുത്താലും മതി, ചുടുമ്പോൾ ഇട്ട് കൊടുത്താലും മതി. ഇപ്പം ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ. അപ്പം ഇനി ഇതിൻ്റെ പണി കഴിഞ്ഞിരിക്കണത് ഇനി കുറച്ച് തേങ്ങ ചിരകിക്കാണ്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തേങ്ങ ചെറുതായി അരിഞ്ഞുകാണ്ട് ഇടുന്നത് നാളെ ഇട്ട് കൊടുക്കുക. എണ്ണ വറുത്തിടുന്നത് നാളെ ഇടുന്നത്. ഇത് ഇപ്പം ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് ഫ്രിഡ്ജിക്കാണ് വെക്കുകയാണ്. നാളേക്ക് ഇതൊന്നുകൂടി കുറുവ് വയ്ക്കാരം. അപ്പോൾ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി ചുടൽ തുടങ്ങാം. അപ്പം ഇനി ഇത് ഇളക്കിക്കാണ്ട് ഫ്രിഡ്ജിക്കാണ് വെക്കുകയാണ് കേട്ടോ. ഇനി നാളെ ചുടുമ്പോൾ കാണാം. ഇനി ചുടൽ തുടങ്ങട്ടെ കേട്ടോ. അത് നല്ലോണം ടൈറ്റായി കുറച്ച് ചുടുവെള്ളം പറഞ്ഞുകൊണ്ട് ഇളക്കി പറഞ്ഞേക്കാണ്. നല്ല സോഫ്റ്റ് ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ ഉണ്ണിയപ്പം. എല്ലാ മധുരം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇത് കൊണ്ടുപോകാൻ നോക്കട്ടെ. കുറച്ച് കൊണ്ടുപോകണുള്ളൂ, ബാക്കി നമുക്കും തിന്നാലും അവിടെ കുട്ടികൾക്കും കൊടുക്കാമല്ലോ. പിന്നെ പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഫസ്റ്റും സെക്കൻഡിനെ മാത്രമല്ല, ഫസ്റ്റും സെക്കൻഡും തേർഡും ഉണ്ടായിനി. പിന്നെ എന്നാലും അതിൽ പങ്കെടുക്കുക എന്നുള്ളതിലാണല്ലോ കാര്യം. പിന്നെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായി കേട്ടോ. ഇത് ചക്കൻ്റെ ഔഷധ പായസമാണ് കേട്ടോ. എടുത്ത് പറയേണ്ട കാര്യമാണ്, കാരണം അതിനാണ് ഫസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആ ലൈക്ക് ഒന്നാണ്ട് അമർത്തിയാൽ ബെൽമണി ഒന്നാണ്ട് അമർത്തിയാൽ കേട്ടോ. സമ്മാനങ്ങൾ നിരന്തരം. നമ്മളെ സീരിയസ് മെമ്പേഴ്സാണ് നിൽക്കുന്നത് കേട്ടോ. പ്രസിഡൻ്റ് ഉണ്ട് എല്ലാവരുണ്ട്. അപ്പം ഇന്ന് ഈ വീഡിയോ എത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ടാറ്റാ.